ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ പോകുന്നത് നാസ്ത കഴിക്കാനല്ലേ? നാസ്ത കഴിക്കാൻ രാവിലെ എണീറ്റ് കുളിച്ചൊക്കെ മാറ്റി ഫ്രഷപ്പ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലത്തെ ഫുഡൊക്കെ കിട്ടുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല ഗൈസ്. ഇവിടെയാണെങ്കിൽ മലയാളീസ് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നി. എല്ലാ ഒട്ടുമിക്ക സ്ഥലത്തും നമ്മൾ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊരു മസാല ദേശം തട്ടി. ഇനി നമ്മൾ നേരെ പോകുന്നത് ദുബായ് ഓൾഡ് സൂക്കിലോട്ടാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ ദുബായിലെ ഒട്ടുമിക്ക വിശേഷങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ജാനുവരിയിൽ വന്നപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പാണ്. ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു വെയിലുണ്ട്, പക്ഷെ അത്ര ചൂടില്ല. പക്ഷേ ഈവനിങ്ങും നൈറ്റൊക്കെ നല്ല തണുപ്പാണ് ഗൈസ്. ചൂടൊക്കെ മാറി നല്ല തണുപ്പാണെന്നാണ് തോന്നുന്നത്. എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞത് ഈ ചൂട് വരാനുള്ള മുന്നോടിയായിട്ടാണ് ഈ തണുപ്പ് വരുന്നത്. എനിക്ക് എന്താണെന്നൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എങ്ങോട്ടാ പോകണ? എങ്ങോട്ടാ പോകുന്നു? ബോട്ടിൽ പോവാം. അങ്ങനെ ബോട്ടിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു ഇതുവരെ കണ്ടോണ്ടെന്ന്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ സെക്ഷനിലായിട്ടാണ് വരുന്നത്. ടിക്കറ്റ് മിതമായ റേറ്റൊക്കെ വരുന്നുള്ളൂ. കുറേ ഫോറിനേഴ്സ് എല്ലാവരും ഉണ്ട് ഈ ബോട്ടിങ്ങിന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ഈ ടൂറിസം ലക്ഷ്യം വെച്ചതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. കാരണം നമുക്ക് ഭയങ്കര റേഞ്ചിലുള്ള ബോട്ടിംഗ് പാക്കേജും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി ഇതാ ഇവിടെ കിടക്കുന്ന ഈ ബോട്ടിൽ കയറിയിട്ട് വേണം നമുക്ക് തൊട്ടപ്പുറത്തെ സ്ഥലത്തോട്ട് എത്താൻ. അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് പോയിട്ടാണെങ്കിൽ തല ഇറക്കമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ണിയേട്ടനെ ഞാൻ കുറേ ട്രോളൊക്കെ ചെയ്ത് അതൊക്കെ കേട്ട് പുള്ളിക്കാരൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഈ ബോട്ടിങ്ങിനുള്ള വെയിറ്റിംഗ് ആണ് കുറച്ച്.
റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. ബട്ട് ഇറ്റ്സ് ലുക്സ് വെരി നൈസ്, കണ്ടാസ്വദിക്കാം. അപ്പം എൻ്റെ പുറകെ എല്ലാവരും വന്നോളൂ. അപ്പം നമുക്ക് എല്ലാ കടകളും എന്തൊക്കെയായി സൂക്സിൽ ഓൾഡ് സൂക്സിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതാ ഇവിടെ ഒരു ചേട്ടൻ എന്തോ സംഭവം എന്താണെന്നൊന്നും മനസ്സിലായില്ല. കുറേ ചപ്പൽസ് ഉണ്ട് ഈ സൈഡ്. നമ്മൾ മുന്നോട്ട് നടക്കുമ്പം വേറൊരു സെക്ഷനിലേക്കാണ് എത്തുന്നത്. ഈ സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ വണ്ടികളൊന്നും വരാൻ പറ്റില്ല, നടപ്പാതകളായിട്ട് തന്നെയാണുള്ളത്. ചെറിയ ചെറിയ ഊടുവഴികൾ. ആ വഴികളുടെ രണ്ടരികിലും ഷോപ്പുകൾ, അതായത് പല വെറൈറ്റി ഓഫ് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. ചെറിയ ചെറിയ ഇടങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ അറ്റങ്ങളിലും പല പല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഓഫ് സൂക്സാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഫോറിനേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരാണെങ്കിൽ ഈ ഓരോ ഐറ്റംസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് ആ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഓവറോൾ വ്യൂ കാണിച്ച് നടക്കുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇവിടെ ലോട്ട് ഓഫ് സ്പൈസസ്, പിന്നെ അതേപോലെ തന്നെ ഡ്രസ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് എനിക്ക് കണ്ടതായിട്ട് തോന്നി. ഇവിടെ തന്നെ പണ്ടത്തെ ഒരു പള്ളി, അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞാൻ പിന്നെ ഒരു വീഡിയോ എടുക്കാം. ഞങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കുഴങ്ങിയപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചു, പിന്നെ ഒരു ബജ്ജിയൊക്കെ കഴിച്ചു. തിരിച്ച് ഞങ്ങൾ റിട്ടേൺ പോകാനുള്ള ടൈമായി. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൂമിലെത്താനുള്ളതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഓടുന്നത്.
അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ബോട്ടിൽ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇനി തിരിച്ച് നമ്മൾ തൊട്ടപ്പുറത്തെ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് കപ്പലിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയാണ് ദുബായിലെ. ഇനിയും തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ കാണാം. ദുബായ് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ ഈ വീഡിയോസ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി എന്തെങ്കിലും എൻ്റെ വീഡിയോസിന് എന്താണ് പോരായ്മ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. എനിക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ നിംനാനി.